ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10. വിഭൂതിയോഗം. ശ്ലോകം 21, പേജ് നമ്പർ 556. ആദിത്യാനാമഹം വിഷ്ണുർജ്യോതിഷാം രവിരംശുമാൻ മരീചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി. പദാനുപദം. ആദിത്യാനാം ആദിത്യന്മാരിൽ വെച്ച്, അഹം ഞാൻ, വിഷ്ണു വിഷ്ണുവാകുന്നു, ജ്യോതിഷാം ജ്യോതിസുകളിൽ വെച്ച്, അംശുമാൻ അംശുമാനായ രശ്മിയുക്തനായ, രവിഹി സൂര്യനാകുന്നു, മരുതാം മരുത്തുക്കളിൽ വെച്ച്, മരീചിഹി മരീചി, അസ്മി ഞാനാകുന്നു, നക്ഷത്രാണാം നക്ഷത്രങ്ങളിൽ വെച്ച്, ശശി ശശിയും, ചന്ദ്രൻ അഹം ഞാനാണ്. വിവർത്തനം. ആദിത്യന്മാരുടെ കൂട്ടത്തിൽ വിഷ്ണുവും, ജ്യോതിസ്സുകളിൽ ദീപ്തിമത്തായ സൂര്യനും, മരുത്തുക്കളിൽ മരീചിയും, നക്ഷത്രങ്ങളിൽ ചന്ദ്രനുമാണ് ഞാൻ. ഭാവാർത്ഥം. 12 ആദിത്യന്മാരുള്ളതിൽ മുഖ്യൻ കൃഷ്ണനാണ്. ആകാശത്തിലെ ജ്യോതിർഗണങ്ങളിൽ പ്രാധാന്യം സൂര്യനാണ്. ആ സൂര്യനെ ഭഗവാന്റെ പ്രകാശമാനമായ കണ്ണെന്നാണ് ബ്രഹ്മസംഹിത വർണ്ണിക്കുന്നത്. അന്തരീക്ഷചാരികളായി 50 വിധം മരുത്തുക്കൾ, വായുവിശേഷങ്ങൾ ഉണ്ട്. അവർക്ക് അധിപനായ ദേവത മരീചി കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്നു. രാത്രികാലങ്ങളിൽ തിളങ്ങിക്കാണുന്ന നക്ഷത്രങ്ങളിൽ ചന്ദ്രനാണ് ഏറ്റവും പ്രാമുഖ്യം. അതിനാൽ ചന്ദ്രൻ കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്നു. ചന്ദ്രനും നക്ഷത്രങ്ങളിലൊന്നാണെന്നു കൂടി ഈ ശ്ലോകം അർത്ഥമാക്കുന്നുണ്ട്. ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെല്ലാം സൂര്യപ്രകാശത്തെ പ്രതിഫലിക്കുന്നു. പ്രപഞ്ചത്തിൽ അനേകം സൂര്യന്മാരുണ്ടെന്ന സിദ്ധാന്തം വേദസമ്മതമല്ല. സൂര്യൻ ഒന്നു മാത്രം. സൂര്യപ്രകാശത്തിൻ്റെ പ്രതിഫലനം കൊണ്ട് ചന്ദ്രൻ തിളങ്ങുന്നു. അപ്രകാരം തന്നെ നക്ഷത്രങ്ങളും. ഭഗവത്ഗീത ചന്ദ്രനെ നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുത്തി കാണുന്നതുകൊണ്ട് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും സൂര്യന്മാരല്ല, എന്നാൽ അവ ചന്ദ്രസദൃശ്യമാണ്. ഹരേ കൃഷ്ണ.